CPIM-നെതിരെ വ്യാജ വാർത്ത ചമച്ച് മലയാള മനോരമ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി CPIM-ന് 25 ലക്ഷം രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് നൽകിയെന്നായിരുന്നു മലയാള മനോരമയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. എന്നാൽ CPIM ആരിൽ നിന്നും നയാ പൈസ പോലും ഇലക്ട്രൽ ബോണ്ടായി വാങ്ങിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വിവരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോഴ നൽകുന്ന സംവിധാനത്തെ ഏറ്റവും ശക്തമായി എതിർത്തതും ഇതിനെതിരെ നിയമപോരാട്ടം നടത്തിയതും CPIM ആണ്. അന്നത്തെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഹർജിയിൽ വിധി പറഞ്ഞ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് സംവിധാനം റദ്ദാക്കി. ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ നടന്ന എല്ലാ ഇടപാടുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്തി. ഒരു നയാ പൈസ പോലും ഇലക്ട്രൽ ബോണ്ടായി CPIM കൈപ്പറ്റിയിട്ടില്ലെന്ന് വ്യക്തമായതാണ്. എന്നാൽ ഇപ്പോഴിതാ ഒരു പച്ചക്കള്ളവുമായി മനോരമ രംഗത്ത് വന്നിരിക്കുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഉപകരണം ലഭിച്ച മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി CPIM-ന് 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ടായി നൽകിയെന്നതാണ് മനോരമയുടെ വ്യാജ വാർത്ത. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളിലേക്ക് CPIM-നെ വലിച്ചിഴക്കുക എന്നതാണ് വ്യാജ വാർത്തയുടെ ലക്ഷ്യം. എന്നാൽ യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഇലക്ട്രൽ ബോണ്ടായി വിവിധ പാർട്ടികൾക്ക് ആകെ നൽകിയത് 966 കോടി രൂപ, BJPക്ക് നൽകിയത് 584 കോടി, BRS-ന് 195 കോടി, DMK-ക്ക് 84 കോടി, YSRCP-ക്ക് 37 കോടി, TDP-ക്ക് 28 കോടി, കോൺഗ്രസിന് 18 കോടി, ബീഹാർ പ്രദേശ് ജനതാദളിന് 10 കോടി, ജനതാദളിന് 5 കോടി, ജനസേവാ പാർട്ടിക്ക് 4 കോടി. ഒരു നയാ പൈസ പോലും മേഘയിൽ നിന്ന് CPIM കൈപ്പറ്റിയിട്ടില്ല. ഈ പട്ടികയിൽ എവിടെയും CPIM എന്ന പാർട്ടിയില്ല. യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് CPIM-നെതിരെ മനോരമ വ്യാജ വാർത്ത ചമച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.